ഹലോ നമസ്കാരം, കുട്ടട്ടൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ഡിഷാണ് ഞാൻ പാചകം ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ചുക്ക. ഇത് 1 കിലോ ചിക്കനാണ്. ഇതിനാവശ്യമായത് 1 സ്പൂൺ തൈര്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം, ആവശ്യമായ ഉപ്പ്, കുറച്ച് ഉപ്പ്, നന്നായിട്ട് ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം 1 മണിക്കൂർ പച്ചയ്ക്ക് ഇരിക്കുന്ന സവാളയിൽ നിന്ന് പകുതി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ ബിരിയാണി വയ്ക്കുമ്പോൾ ബിരിയാണിക്ക് സവാള വരട്ടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കണം. സ്റ്റവ് കത്തിക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ തിളയ്ക്കുമ്പോൾ കുറേശ്ശെ ഇടുക. ഇതിലിട്ട് ശകലം ഉപ്പ് ചേർക്കുക. കാരണം സവാള പെട്ടെന്ന് ഫ്രൈ ആയി വരാനാണ് ഒന്നുകൂടി ഉപ്പ് ചേർക്കുന്നത്. ശകലം ഇളക്കി കൊടുക്കും. ചെറുതായി മൂത്ത് വരുന്നുണ്ട്. ഇത് ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മൂക്കണം. കുറച്ചുകൂടെ ഒരു ശകലവും കൂടെ നല്ല മൂത്ത് വരണം. ഒരുപാട് മൂത്ത് പോകരുത്, എനിക്ക് കരിഞ്ഞ ഒരു ചെവ വരും. തീ കുറച്ച് വയ്ക്കുക. ഇത് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സവാളയെ കൂടി മുറിച്ചെടുക്കുക. സവാള മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തായി ഇത് പാത്രത്തിൽ നിന്ന് കോരാം. വറുത്ത് വെച്ച സവാള നന്നായി ഞവടുക. കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. നന്നായി പൊടിച്ചതിന് ശേഷം ഇനി അടുത്ത ചിക്കൻ വയ്ക്കുന്നതിന് വേണ്ടി ചട്ടി വയ്ക്കുകയാണ്. മൺചട്ടിയാണ്. നമ്മൾ നേരത്തെ വറുത്തതിൽ നിന്നുള്ള ഓയിലാണ് ഒഴിക്കുന്നത്. അതാണ് നല്ലത്. കുറച്ച് ഓയിൽ മാത്രം മതി. മൺചട്ടി ആയതുകൊണ്ട് ഒരു ശകലം ഓയിലെല്ലായിടത്തും മുങ്ങാനായിട്ട് ഒന്ന് കറക്കാം. എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ വെളുത്തുള്ളി ചതച്ചതിടുകയാണ്. അത് കഴിഞ്ഞ് ഇഞ്ചി, കറം മൂക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് നന്നായി ഇളക്കുക. ഇളക്കി ബ്രൗൺ കളറാവുന്ന നേരം സവാള ഇതിലോട്ട് ഇടുക. നന്നായിട്ട് മൂക്കണം. സവാള ഇടുക. നന്നായിട്ട് ഇളക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുക. ഉള്ളി ഏതാണ്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം മല്ലിപ്പൊടി ഒരു 2.5 സ്പൂണ്, ഇളക്കി കൊടുത്തതിന് ശേഷം
2 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി, നന്നായിട്ട് ഇളക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ. നന്നായി ഇളക്കുക. മുളകിൻ്റെയും മല്ലിയുടെയും പച്ചമണം മാറുന്നത് വരെ. ബ്രൗൺ കളറായി കഴിഞ്ഞ് ഇനി തക്കാളി ചേർക്കാം. 2 വലിയ തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തക്കാളി കുറച്ച് വേവാൻ വേണ്ടി നമ്മളൊരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇനി അടപ്പ് തുറന്ന് നോക്കാം. നമുക്ക് ഏതാണ്ട് വെന്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ചിക്കൻ, നേരത്തെ ഇളക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. അതിൻ്റെ കൂടെ 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് ചിക്കൻ മസാല, 2 സ്പൂണ് ഗരം മസാല, 2.5 സ്പൂൺ. ഇത് നന്നായിട്ട് ഇളക്കാം. ചിക്കനിൽ തന്നെ വെള്ളമുണ്ട്, അതിലൊരു വേത്തുള്ളൂ. നന്നായി ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുക, വേവിക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. എന്ത് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. വരുന്നേ ഉള്ളൂ. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ ഞവടി വെച്ച നല്ല പൊടിയാക്കി വെച്ചിരുന്ന വറുത്ത സവാള വെതറി കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മളെ ചുക്ക തുറന്ന് നോക്കാം. നല്ല പരുവായിരിക്കുന്നു, ചുക്കയായിരിക്കുന്നു. ചുക്ക റെഡി ആയിരിക്കണം. ഇനി ചുക്കയുടെ ഭംഗി കൂട്ടാനായിട്ട് മല്ലിയില വറുത്ത് വെച്ചതാണ്. അതുപോലെ തന്നെ വറുത്ത ചില്ലി, പച്ചമുളക്. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. നമ്മൾ ചിക്കൻ ചുക്ക ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഭാര്യയ്ക്ക് കൊടുക്കും. നോക്കിയിട്ട് അഭിപ്രായം എന്താണ്? ഒരു പീസ് കഴിച്ച് നോക്കിയിട്ട് അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.